സിനിമയിൽ മാത്രമല്ല സാഹിത്യത്തിലും കൗച്ചിങ് ഉണ്ട് എന്ന് തുറന്നു പറയുകയാണ് എഴുത്തുകാരി ഇന്ദു മേനോൻ. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും കെണിയിൽ വീഴ്ത്തുന്നതെന്നും ഇന്ദു മേനോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പുസ്തകത്തിൽ കഥ പ്രസിദ്ധീകരിക്കാം, കവിത പ്രസിദ്ധീകരിക്കാം, പുസ്തകം പ്രകാശനം ചെയ്ത് നൽകാം, അല്ലെങ്കിൽ പുസ്തകം അച്ചടിപ്പിക്കാം, അവാർഡുകൾ നൽകാം, ഫെസ്റ്റിവലുകളിൽ വേദി നൽകാൻ തുടങ്ങി പല സാഹിത്യവുമായി ബന്ധപ്പെട്ട പലതരം കൗച്ചുകളുണ്ട്. അതിന് സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം അവരുടെ സെക്ഷൽ ക്യാപിറ്റൽ ലിബറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അല്ല ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. അവർ കാരണം വീട്ടിൻ്റെ ഉള്ളിലായി പോയിട്ടുള്ള പുറത്തിറങ്ങാൻ മടിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കാൻ മടിക്കുന്ന അതിജീവിതകളായ പെൺകുട്ടികളുണ്ട്. അവരെയാണ് കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ഗ്രൂപ്പ് എഗെയിൻസ്റ്റ് സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുകയും അത് ഞങ്ങൾ കത്തായിട്ട് തന്നെ ഡ്രാഫ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ കൗച്ചിങ് വിഷയത്തിൽ സാഹിത്യ അക്കാദമിയുടെ നിലപാട് ദുർബലമെന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്നവരെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വിളിക്കരുത് എന്നും ഇന്ദു മേനോൻ പറഞ്ഞു. മീറ്റു ആരോപിതർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന അക്കാദമിയുടെ ഉൾപ്പെടെ നിലപാട് ശരിയല്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഗവൺമെൻറ് സ്ത്രീപക്ഷവും ശിശുപക്ഷവും ദളിത് പക്ഷവും ഒക്കെ നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പം അക്കാദമി സർക്കാരിൻ്റെ ആ ഭാഗം തന്നെയാണ്, സർക്കാരിൻ്റെ അതേ പോളിസി തന്നെയാണ്. കേസില്ലല്ലോ, അതുകൊണ്ട് നിയമപരമായ കേസ് മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നൊബേൽ പ്രൈസുകാർ പറയണ്ടേ? അപ്പോൾ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുന്നത് നല്ലതാണ്. രതീഷ് വാസുദേവൻ ചേർന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രതീഷ്, വലിയ തുറന്നു പറച്ചിൽ തന്നെയാണ് ഇന്ദു മേനോൻ നടത്തിയിരിക്കുന്നത്. പലപ്പോഴും പലരും ഒരു ക്യാമറയ്ക്ക് വെളിയിൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്, ഓഫ് ദ റെക്കോർഡായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ദു മേനോൻ ഏതായാലും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ പോലെ ഒരു സാഹിത്യകാരി വന്ന് പറയുന്നു, ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് സിനിമാ മേഖലകളിൽ ഉള്ളതുപോലെ സാഹിത്യത്തിലും കൗച്ചിങ് നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവർ നടത്തിയിരിക്കുന്നത്? അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ടോ? എന്താണ് അവർ വ്യക്തമാക്കുന്നത്? രതീഷ്. ലക്ഷ്മി, കേരള സാഹിത്യ അക്കാദമിയുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ചില ലൈംഗിക ചൂഷണം നടത്തിയ സാഹിത്യ മേഖലയിലൊക്കെ തന്നെ വലിയ ആക്ഷേപമുള്ള ചില ആളുകളെ കൂടി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വിളിക്കുന്നു കേരള സാഹിത്യ അക്കാദമി. അതിൽ പ്രതിഷേധിച്ച് താൻ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്ദു മേനോൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ആദ്യം വിവാദത്തിലാവുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക്, ഇത്തരം നിലപാടുമായി തുറന്നു പറച്ചിലേക്ക് ഇന്ദു മേനോൻ എത്തുന്നത്. കൃത്യമായി ഇത്തരം ചൂഷകരെ പിന്തുണയ്ക്കുന്ന നിലപാട് സാഹിത്യ അക്കാദമി പിന്തുടരുന്നു എന്നതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ദു മേനോൻ വ്യക്തമാക്കിയത്. കാരണം സ്ത്രീപക്ഷ നിലപാടുള്ള, സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന, കുട്ടികളെ പിന്തുണയ്ക്കുന്ന നിലപാടുള്ള ഒരു പോളിസിയുള്ള സർക്കാരാണ് ഇവിടെയുള്ളത്. സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ ഈ സാഹിത്യ അക്കാദമിയും അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത്തരം സ്ത്രീ ചൂഷകരായ ആളുകളെ കൂടി ഇത്തരം വേദികളിലേക്ക് പങ്കെടുപ്പിക്കുന്നു അവർ എന്നാണ് പ്രധാനമായും ഇന്ദു മേനോൻ ആരോപിക്കുന്നത്. മാത്രവുമല്ല, മറ്റിതര ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ, സ്വകാര്യ മേഖലകളിലൊക്കെ തന്നെ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ തന്നെ ഈ മാനദണ്ഡം പാലിക്കുന്നുണ്ട്. ഇത്തരം അധാർമികമായി ഇടപെട്ട അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ മേഖലയിലെ ആളുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാണ് അത്തരം സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യോത്സവങ്ങൾ അവർ നടത്തുന്നത് എന്നിട്ട് പോലും സർക്കാർ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ സാഹിത്യ അക്കാദമിയിൽ ഇത്തരം ആളുകളെ പങ്കെടുപ്പിക്കുന്നത് വളരെയധികം ദൗർഭാഗ്യകരമാണ്. അതുമാത്രമല്ല, ആ സ്ത്രീ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ പോളിസിക്ക്
യോജിച്ചതല്ല. അത് സാങ്കേതികമായി കേസെടുത്തില്ല എന്ന കാരണം കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരല്ലാതാകുന്നില്ല. അതുമാത്രവുമല്ല, എഴുത്തുകാരുടെ ധാർമ്മികത കൂടി വളരെയധികം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം ധാർമ്മികത ഇല്ലാത്ത നിലയിൽ പെരുമാറുന്ന സ്ത്രീകളോട് പെരുമാറുന്ന ആളുകളോട് എങ്ങനെയാണ് സർക്കാർ ഇത്തരം അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുന്നത്? അപ്പോൾ ശക്തമായ നിലപാട് സാഹിത്യ അക്കാദമിക്കും ഈ ഘട്ടത്തിൽ ഇല്ല എന്നുകൂടി ഇന്ദു മേനോൻ തുറന്നടിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത് സംബന്ധിച്ചുണ്ട്. ഇത്തരം സാഹിത്യ അക്കാദമിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ കൂട്ടായ്മ ഔദ്യോഗികമായി കത്ത് ഉൾപ്പെടെ നൽകാറുണ്ട്. പക്ഷേ ഇത്തവണയും അത് നൽകിയിട്ട് യാതൊരു നടപടിയുമില്ല. അത്തരം ആളുകളെ തന്നെ വീണ്ടും ഈ വേദികളിൽ കാണുന്നു, പങ്കെടുപ്പിക്കുന്നു എന്നതാണ് ഇന്ദു മേനോന്റെ ആക്ഷേപം. എന്നാൽ വരും ദിവസങ്ങളിൽ വലിയധികം പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കാര്യമാണ്. നമുക്കറിയാം, സിനിമയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ച് വലിയ ചർച്ചയായി, വിവാദമായി. തുടർന്ന് ഹേമ കമ്മിറ്റി വരേണ്ട സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊക്കെ വലിയ വിവാദത്തിലേക്ക് സിനിമാ മേഖല പോയപ്പോൾ അതേപോലെ തന്നെ സാഹിത്യമേഖലയിലും ഇത്തരം ചൂഷണങ്ങളുണ്ട് എന്ന തുറന്നു പറച്ചിലുമായാണ് ഇന്ദു മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ഇരകൾ ചുറ്റുപാടുമുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നും അറിയാത്ത പോലെ ഇത്തരം ചൂഷകരെ വീണ്ടും ഇത്തരം വേദികളിൽ എത്തിച്ച് മഹാന്മാരാക്കുന്ന സമീപനം ഒരു സ്ത്രീപക്ഷ സർക്കാർ എന്തിന് മുൻകൈ എടുക്കുന്നു? അത്തരം ഉറപ്പായും സാഹിത്യ അക്കാദമി ഭാരവാഹികൾ, പ്രസിഡന്റ് സച്ചിദാനന്ദനടക്കമുള്ളവർ മറുപടി പറയേണ്ട വിഷയമാണ് ഇന്ദു മേനോൻ ഉയർത്തിയിരിക്കുന്നത്. വലിയ ചർച്ചയാകും ഈ വിഷയം എന്ന് തന്നെ നമുക്ക് കരുതാം. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.